പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശയ്യ 66:2 തിരുവചനം പറയുന്നു, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നാം വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവമക്കളായ നമ്മോട് സംസാരിക്കുകയാണ് വചനത്തിലൂടെ. ആരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്? ആത്മാവിൽ എളിമയുള്ളവരെയും അനുതാപമുള്ളവരെയുമാണ് ദൈവം കടാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ എളിമയുണ്ടാകണം. ഇതെല്ലാം എനിക്കറിയാമെന്ന മട്ടിൽ, ഞാൻ കേട്ടിട്ടുള്ളതാണ് എന്ന മട്ടിൽ അഹങ്കാരത്തോടെ അലസമായി ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ്, നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല. ആത്മാവിൽ എളിമയും അനുതാപവും ഉള്ളവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്. അവർക്ക് മാത്രമാണ് ദൈവത്തിൽ നിന്ന് കൃപയും ലഭിക്കുന്നത്. സർവശക്തനും സർവാധിപനും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ പരമപരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിലാണ് പാപികളും ബലഹീനരുമായ നാം ഇരിക്കുന്നത് എന്നൊരു ബോധ്യത്തോടെ നാം ഇരിക്കുമ്പോൾ നമുക്ക് ഭക്തിയും അതോടൊപ്പം ആദരവും വിറയലും അനുഭവപ്പെടും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് എന്ന്. താഴ്മ ഉള്ളവനെ ആണ് ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരോടും ദൈവം സംസാരിക്കുന്നതാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കാൻ കഴിയും. എബ്രായർ 4:12 ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവം തന്നെയായ ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം, നമ്മുടെ ഹൃദയത്തിൽ കടന്ന് നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും എല്ലാം വേർതിരിച്ച് കാണുന്നവനാണ് ദൈവം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളും അതോടൊപ്പം ദുഃഖങ്ങളും ദുരിതങ്ങളും ആകുലതകളും പ്രതിസന്ധികളും എല്ലാം ദൈവം കാണുന്നു, അറിയുന്നു. അതിനുള്ള പരിഹാരമാണ് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെ നമുക്ക് നൽകുന്നത് എന്നൊരു ബോധ്യത്തിൽ വേണം താഴ്മയോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട്. വിനയത്തോടെ ദൈവവചനം സ്വീകരിക്കണം. അപ്പോൾ ദൈവം എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് തരും. നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുകയും ചെയ്യും. എന്തിനു വേണ്ടിയാണ് വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്? നാം സത്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പാപബന്ധനങ്ങളിൽ നിന്ന് പ്രലോഭനങ്ങളിൽ നിന്ന് അകന്നു ജീവിക്കാനും പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനും സാധിക്കുകയുള്ളൂ. എന്താണ് സത്യം? യോഹന്നാൻ 17:17 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നുണ്ട്. യേശു പറയുന്നത്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലെ പാപ അവസ്ഥയെ വ്യക്തമാക്കി തരും. ഓരോ വചനവും നാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകും. നാം അനുഗ്രഹീതരായി മാറുകയും ചെയ്യും. പാപിയെ തേടി വരുന്ന ദൈവമാണ് യേശുനാഥൻ.
അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ അതിയായ സന്തോഷമുണ്ടാകുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ലൂക്ക 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അനുതാപം ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ പാപാവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യം ലഭിക്കുന്നത്. അത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് നാം ഇരിക്കുമ്പോഴാണ് യേശു നമുക്കാരാണെന്നും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്നും യേശു എങ്ങനെയാണ് നമ്മെ രക്ഷിച്ചതെന്നും നാം എപ്രകാരമാണ് രക്ഷപ്പെട്ടത് എന്നും ഉള്ള വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ നാം പ്രാർത്ഥിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 3:34 തിരുവചനം പറയുന്നുണ്ട്, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ആത്മാവിന് ലഭിക്കുന്ന തോതനുസരിച്ച് ദൈവിക രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.